കുപ്പായത്തൊഴിലാളി രാഷ്ട്രീയക്കാരനാകുമ്പോൾ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പാതിരിമാരെ വിശേഷിപ്പിക്കുവാൻ കൂദാശത്തൊഴിലാളികൾ, തൊപ്പിത്തൊഴിലാളികൾ എന്നൊക്കെയുള്ള പദം പ്രയോഗിച്ചപ്പോൾ ഹാനിളകി കുറേ മുണ്ണക്കുഞ്ഞാടുകൾ എന്നെ കൊല്ലാൻ വന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം അവർ എനിക്ക് അഭിനന്ദനം അർപ്പിച്ച് വിളിക്കുകയുണ്ടായി. എന്നിട്ട് അവർ പറയുകയാണ്, സുനിൽ മാത്യു പറഞ്ഞത് സത്യമാണ്, ഇവർ വെറും തൊപ്പിത്തൊഴിലാളികൾ മാത്രമാണ്, വയറ്റിപ്പഴപ്പിനുള്ള വെറും തൊഴിലായി മാത്രമാണ് ഭൂരിഭാഗവും ഇന്ന് ഈ തൊഴിലിനെ കാണുന്നത് എന്ന്. പണ്ട് ഈ തൊപ്പിത്തൊഴിൽ പണിക്ക് പോകുന്നത് ദൈവവിളി കൊണ്ടാണ്, ഇത് ദൈവവേലയാണ് എന്നൊക്കെയായിരുന്നു പറഞ്ഞു വരുത്തിയിരുന്നത്. മുൻകാലങ്ങളിൽ കുപ്പായത്തൊഴിലാളികൾ കുപ്പായമിട്ടുകൊണ്ട് മറ്റു പണിക്കിറങ്ങിയാൽ അവരുടെ വില പോകുമെന്ന് കരുതി അവർ പ്രത്യക്ഷത്തിൽ ഒരു പണിക്കും പോകില്ലായിരുന്നു. അവർ ഇടവക ജനങ്ങളുടെ ആത്മീയ ആവശ്യങ്ങൾ നിർവഹിച്ച് ഇടവകക്കാർ നൽകുന്ന പഴ്സനേജിൽ താമസിക്കുകയായിരുന്നു പതിവ്. എന്നാൽ ഇന്ന് ഈ അളിഞ്ഞ കുപ്പായവും ഇട്ടിവന്മാർ ചെയ്യാത്ത പണികളില്ല. മുത്തൂറ്റിൻ്റെ പോലെയുള്ള സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾക്ക് വേണ്ടി നിക്ഷേപം സ്വീകരിക്കൽ പണി, ഇൻഷുറൻസ് ഏജൻസി, കല്യാണ ബ്രോക്കറുടെ പണി, പലിശയ്ക്ക് കൊടുപ്പ്, സ്ഥലക്കച്ചവടം, നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ്, വിശുദ്ധ നാട് തീർത്ഥാടനം എന്ന് വേണ്ട ഇപ്പോൾ രാഷ്ട്രീയ പണിയിലേക്ക് വരെ തൊപ്പിത്തൊഴിലാളികൾ ഇറങ്ങിയിരിക്കുന്നു. പാതിരിപ്പാമ്പുകൾ ആഴ്ചയിൽ ഒരു ദിവസം ചവിട്ടുനാടകം നടത്തി ബാക്കി 6 ദിവസവും വല്ലവരെയും ഊഞ്ഞാലാക്കുവാൻ നടക്കാതെ ഇവർക്കറിയാവുന്ന തൊഴിലിന് പോകുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് ഐറ്റുവൈനോസ്. കാരണം അജീർണവും കൊഴുപ്പും കൂടിയാണ് ഇവന്മാർ വേണ്ടാധീനങ്ങളിൽ ചെന്ന് വീഴുന്നത് എന്നതുകൊണ്ടാണത്. ക്രൈസ്തവ സഭകളുടെ അടിവേരിറക്കുന്ന ഒരു കൂട്ടരാണ് ഓർത്തഡോക്സ് സഭ. ക്രൈസ്തവ സമൂഹത്തിന് തന്നെ അപമാനമായ കുമ്പസാര പീഡനം, അതുപോലെ വൈദികരും മെത്രാന്മാരും ഉൾപ്പെട്ട ലൈംഗിക പീഡന കേസുകളും കൊലപാതക കേസുകളും കുറ്റകൃത്യങ്ങളും ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും ഈ വിഭാഗത്തിൽ നിന്നാണ്. ഇപ്പോൾ ഇതാ ഓർത്തഡോക്സ് സഭയിലെ റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിലെ ഒരു ആഭാസൻ കൂദാശത്തൊഴിലാളി BJP-യിൽ അംഗത്വം എടുത്തിരിക്കുകയാണ്. അദ്ദേഹം BJP-യിൽ അംഗത്വം എടുത്തതിലല്ല പരാതി. വിശ്വാസികൾക്ക് അവർ ആഗ്രഹിക്കുന്ന ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ചേരാം, പ്രവർത്തിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്ന് പറയുന്ന വൈദികൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ പിന്നെ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ക്രൈസ്തവ ദർശനങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ഷൈജു കുര്യൻ എന്ന പാതിരി കഴിഞ്ഞ ദിവസം പാർട്ടി അംഗത്വം എടുത്ത് അന്നൊരു ചാനലിൽ വന്നിരുന്നു പറഞ്ഞത്, ഈ തീരുമാനം തികച്ചും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്നാണ്. എടൂ പാതിരി, തനിക്ക് വ്യക്തിപരമായ എന്ത് തീരുമാനവും സ്വീകരിക്കാം, നടപ്പിലാക്കാം. അതിനു മുമ്പ് താൻ ആദ്യം ആ ഇട്ടിരിക്കുന്ന കുപ്പായം അഴിച്ചു പറിച്ച് ദൂരെ കളയുക. ഓർത്തഡോക്സ് സഭയിലെ ഒരു പാതിരി ആയതുകൊണ്ടല്ലേ തനിക്ക് അന്ന് ആ വാർത്താ പ്രാധാന്യം കിട്ടിയത്? അതേസമയം നീ മെത്രാന്റെ മാമയാണെന്നും ആടാന്റണിയുടെ മോഷണം മുതലിന്റെ മാർക്കറ്റിംഗ് മാനേജറാണെന്നും സ്ത്രീകളെ ശല്യപ്പെടുത്തുന്ന ആഭാസനാണെന്നും പുറത്തു വന്നാൽ നീയും ഗോവിന്ദച്ചാമിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സഭയെന്ന് പറയുന്ന പ്രസ്ഥാനം നിനക്ക് ആ ലോകം നൽകിയിരിക്കുന്നത് നിനക്ക് തോന്നുന്നത് പോലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുവാനല്ല. അങ്ങനെ രാഷ്ട്രീയം കളിക്കണമെങ്കിൽ നീ ആദ്യം ആ വേഷം ഊരിക്കളഞ്ഞ് ആ പണിക്ക് പോവുക. രണ്ടും കൂടെ വേണ്ട. കാരണം വിശ്വാസിയുടെ ചെലവിലാണ് നീ കഴിയുന്നത്. ഈ കുപ്പായത്തെ ബഹുമാനിക്കുന്ന ഒത്തിരി മുണ്ണക്കുഞ്ഞാടുകൾ ഈ നാട്ടിലുണ്ട് എന്ന് നീ മനസ്സിലാക്കുക. നീ അവരുടെ വിശ്വാസം വെറുതെ നഷ്ടപ്പെടുത്തി കളയരുത്. മുണ്ണക്കുഞ്ഞുങ്ങൾ കരുതുന്നത് ആ വേഷത്തിൽ എന്തോ ഒരു പവിത്രത ഉണ്ടെന്നാണ്. നീ അത് വിട്ടുകൊണ്ട് നിന്ന് ജയ് വിളിക്കാൻ പോയാൽ അവരുടെ മനസ്സ് തകരൂല്ലേ? നീ ഈ വേഷം കെട്ടി നടന്ന് ചെയ്ത പണികളെല്ലാം ഞങ്ങൾക്ക് നന്നായി അറിയാം. പാതിരിമാരും മെത്രാന്മാരും ഇതുപോലെ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും വക്താക്കളാകുമ്പോൾ പള്ളികളിൽ ട്രേഡ് യൂണിയനുകൾ വരും, കുപ്പായത്തൊഴിലാളി സഹകരണ സംഘ പ്രസ്ഥാനങ്ങൾ വരും. പൊതുയോഗത്തിന് അടിയുണ്ടാക്കുവാൻ സംഘത്തിൽ നിന്നും ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും ആളുകളെ ഇറക്കുമതി ചെയ്യും. പള്ളികളിൽ പാർട്ടി തിരിഞ്ഞു നിന്ന് അടി നടക്കും. ഏതായാലും ഇത് നശിക്കേണ്ടുന്നത് കാലഘട്ടത്തിൻ്റെ നാടിൻ്റെ ആവശ്യമായതുകൊണ്ടാവാം ഇപ്രകാരം ഇതൊക്കെ സംഭവിക്കുന്നത്. ഏതായാലും ഷൈജു പാതിരി രാഷ്ട്രീയ പ്രസംഗമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ കുർബാന കളിക്കാൻ ചെന്നപ്പോൾ പ്രസംഗം തുടങ്ങിയതേ ഇടവക്കാർ പറഞ്ഞു, നിർത്തിയിട്ട് പോടാന്ന്. ഇനി അടുത്ത ആഴ്ച ഇവനെ പള്ളിയിൽ കയറ്റില്ല എന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. അതുപോലെ ഇപ്പോൾ റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിൽ ഭദ്രാസ കൗൺസിൽ അംഗങ്ങളുടെയും വിശ്വാസികളുടെയും നേതൃത്വത്തിൽ രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങിയ പാതിരിയുടെ കുപ്പായം ഊരിക്കണം, അതും പെണ്ണുകേസിൽ ഇവൻ റിമാൻഡിൽ പോകുന്നതിന് മുമ്പ് പാതിരിയെ മാറ്റി നിർത്തണം എന്നാവശ്യപ്പെട്ട് വൻ പ്രതിഷേധം നടക്കുകയാണ്. ഇതെല്ലാം കണ്ട് ഞങ്ങളുടെ കൊലപ്പുള്ളി വാവ വായും പൊളിച്ചിരിക്കുകയാണ്. പാതിരി രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നു, അവനെ നിയന്ത്രിക്കേണ്ടുന്നവൻ വായിൽ വെള്ളവും ഒഴിച്ചിരിക്കുന്നു. അടൂരിൽ സോതോം സാബുവിനെ അരമനയിൽ കയറി അടിക്കുന്നു.
അപ്പോഴും മത്തായി ഓടി നടന്ന് പിരിക്കലിൻ്റെ തിരക്കിലാണ്. ഈ നിലയ്ക്കൽ ഭദ്രാസനം രൂപീകരിച്ചതിൽ പിന്നെയാണ് ഈ ഓർത്തഡോക്സ് സഭ ഇത്രയും നശിച്ചത്. പണ്ടൊക്കെ ഞങ്ങൾ കോട്ടയം ഭദ്രാസനമായിരുന്നു. അന്നത്തെ കാലത്തൊക്കെ അച്ഛന്മാർ കോട്ടയത്തു നിന്നൊക്കെ വന്ന് ഞങ്ങളുടെ പള്ളികളിൽ കുർബാന ചെല്ലുമ്പോൾ തലേദിവസം വൈകിട്ട് വരുന്നു, എല്ലാവരുമായിട്ടും കാണുന്നു, കുർബാന കഴിഞ്ഞിട്ടാണെങ്കിലും എല്ലാവരോടും ഒന്നിച്ച് കൂടുന്നു. എന്തൊരു സ്നേഹവും സന്തോഷവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അന്ന് ആ ഭദ്രാസനത്തിൽ ഒരു അച്ഛന്മാർ രാഷ്ട്രീയമോ ഒരു കാര്യമോ ചെയ്യുകയോ പറയുകയോ ചെയ്തിട്ടില്ല. ജനങ്ങളെ ആത്മീയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക. സൺഡേ സ്കൂളാണെങ്കിലും OVBS ആണെങ്കിലും ഇടയ്ക്കൊരു ടൂർ കൊണ്ടുപോവുക കുട്ടികളെല്ലാം കൊണ്ട്, ഇതൊക്കെയായിരുന്നു പരിപാടി. ഇപ്പം വന്ന് നിലയ്ക്കൽ ഭദ്രാസനം വന്നേ പിന്നെ കാണുന്നതിന് കഴിയുമെന്ന് കഴിഞ്ഞാൽ കുർബാന പേരിന് മാത്രം. പിന്നെ വരുന്ന മൊത്തം കൽപ്പനയാണ്, തുണ്ടുപേപ്പറ. അതിൽ ഭദ്രാസന കവർ വീട്ടിൽ നിന്ന് 200 അല്ലെങ്കിൽ 300 വെച്ച് വേണം. കാതോലിക്കത്തിന് 200, 300, 500 വെച്ച് വേണം. സൺഡേ സ്കൂളിന് വേണം. സെമിനാരിയിൽ പഠിക്കുന്ന പിള്ളേർക്ക് പട്ടിണിയാണ്, അവർക്ക് പൈസ വേണം. എന്നിങ്ങനെ പൈസയുടെ കണക്കുകൾ മാത്രമേ ഉള്ളൂ. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞ് ഇമാർ തിന്ന് എല്ലിൻ്റെ ഇടയിൽ കയറി അങ്ങ് വിരസുക. ഇതാണ് ഇപ്പോൾ നടക്കുന്ന ഓർത്തഡോക്സ് സഭയിൽ. സത്യത്തിൽ ഇന്നത്തെ ബാബാതിരുമേനിയെ ഓർക്കുമ്പോൾ സങ്കടമാണ്. ഇതുപോലൊക്കെ നട്ടലും കഴിവില്ലാത്ത ഒരുത്തനെയാണല്ലോ നമ്മൾ ബാബാതിരുമേനി ആക്കിയെന്ന് ഓർക്കുമ്പോൾ. ആ പുള്ളി എന്തിനാണ് അവിടെ ഇരിക്കുക? 24 മണിക്കൂർ ഫ്ലൈറ്റ് തരാം. ആ പുള്ളിയുടെ ഫ്ലൈറ്റിൽ നിന്നൊക്കെ ഇറങ്ങി നേരത്തോട്ട് നിൽക്കാനെങ്കിലും ആല്ലോ എന്ന് പറ. അല്ല, ആ പുള്ളിയുടെ ഫോൺ വിളിച്ച് എടുക്കുമല്ലോ. ഞാനങ്ങ് വിളിച്ച് പറഞ്ഞില്ല, എനിക്കിതിൻ്റെ മടിയൊന്നുമില്ല. സഭയിൽ ഇത്രയും വിഷയം ഉണ്ടായിട്ട് പുള്ളിയൊക്കെ കണ്ണു അടച്ചിരിക്കാന്ന് പറഞ്ഞാൽ ഈ പുള്ളിയൊക്കെ എന്തിന് ഈ സ്ഥാനത്തിരുത്തേക്ക് വന്നേ മനസ്സിലാകാത്തത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.